പാലക്കാട് മുൻ MLA വടകര MP ഷാഫി പറമ്പിൽ വീണ്ടും ഇവിടെ വോട്ട് ചെയ്യിക്കാൻ എത്തിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? അല്ല, അത് ശരിയാണല്ലോ അല്ലേ? സ്ഥാനാർത്ഥി അല്ലാതെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴാണ് ഈ ഓട്ടം നടത്തുന്നത്. ഇതിനേക്കാൾ എളുപ്പം സ്ഥാനാർത്ഥി പണിയാ. അങ്ങനെ തോന്നിയില്ലേ? അല്ല, എങ്ങനെ ഇപ്പോൾ 1 മണി കഴിഞ്ഞു, 38%. കംഫർട്ടബിളായിട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പോക്കറ്റുകളിലൊക്കെ UDF പോക്കറ്റുകളിലൊക്കെ സജീവമായിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. ആവട്ടാ, എന്താണ് ഈ ചെറുപ്പക്കാരനൊക്കെ വന്നിരിക്കുന്നവിടെ? വേണ്ട, മാറുന്നുണ്ട്. അതെടാ, അപ്പം അതെല്ലായിടത്തും പോകുന്നുണ്ട്. വർക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. കാൻഡിഡേറ്റ് ഓടുന്നുണ്ട്. ശ്രീകണ്ഠേട്ടനുണ്ട്, ഞാനുണ്ട്, തങ്കപ്പേട്ടനുണ്ട്, ചന്ദ്രേട്ടനുണ്ട്. എല്ലാവരും സജീവമായിട്ടുണ്ട്. ഗംഭീര പാസ്സായിരുന്നു. നിങ്ങളുടെയും ശ്രീകണ്ഠനെയും ഗംഭീര പാസ്സായിരുന്നു. കണ്ടോ? അതാണ് ഞാൻ ഗംഭീര പാസ്സായിരുന്നു. ശ്രീകണ്ഠേട്ടനിൽ തുടങ്ങി ഞാൻ ആ ബോൾ സ്വീകരിച്ച് പാസ് ചെയ്ത് നമ്മുടെ രാഹുലിനെ അടിച്ചു. പാലക്കാടിൻ്റെ വിജയ ഗോൾ രാഹുൽ അടിക്കും, നമ്മൾ ജയിക്കും. അപ്പം കഴിഞ്ഞ തവണത്തെ പോലെ ഗംഭീര, അതിനേക്കാളും നല്ല റിസൾട്ട് ഉണ്ടാവും. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കംപ്ലീറ്റ്ലി എതിരായിരുന്നു. പിന്നെ സ്ഥാനാർത്ഥി നമുക്കറിയാം, മെട്രോമാൻ ശ്രീധരൻ, അദ്ദേഹത്തിനൊരു വോട്ടുണ്ട്. അപ്പോൾ അത് തുടർച്ചയായിട്ട് ഭരണനഷ്ടം ഞങ്ങൾക്ക് സംഭവിക്കുന്നു. 2ാം തവണ അവർ അധികാരത്തിൽ വരുന്നു. ഇത്തവണ നേരെ ഓപ്പോസിറ്റ് രാഷ്ട്രീയ കാലാവസ്ഥയാണ്. എല്ലാ ജനങ്ങളുടെ വികാരങ്ങളും ഗവൺമെൻറ്റുകൾക്കെതിരാണ്, ഞങ്ങൾക്ക് അനുകൂലമാണ്. ഓക്കെ, ഷാഫി പറയുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ, കഴിഞ്ഞ തവണത്തെ കാലാവസ്ഥയല്ല രാഷ്ട്രീയം, ഇപ്പോൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുമെന്നാണ് പറയുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം G പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.